ഹായ് ഓൾ. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ പാച്ചുവിനും കൂടെ നമുക്കും ആവശ്യമായിട്ട് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളുടെ ഒരു ചെറിയ വീഡിയോ ആണിത്. അപ്പോൾ ഒത്തിരി സമയം പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ പാച്ചുവിന് വേണ്ടി ഒരു ഹൈ ചെയർ വാങ്ങിച്ചു. അതായത് ഒരു 6-ാം മാസം ആയപ്പോഴാണ് ഹൈ ചെയർ വേണം, അവന് ഇരുത്തി തന്നെ ഫുഡ് കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെ വാങ്ങിച്ചതാണ് ഹൈ ചെയർ. ഞങ്ങൾ സ്റ്റാർ ആൻഡ് ഡേയ്സി അങ്ങനത്തെ ഒരു ബ്രാൻഡിൻ്റെ ഹൈ ചെയർ ആട്ടോ വാങ്ങിച്ചത്. അപ്പോൾ അത് കിട്ടിയപ്പോഴേ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് തന്നെയാണ് തന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആകപ്പാടൊരു ഡൗട്ടായിരുന്നു ഇതെന്തുവാ ഇങ്ങനെയെന്നൊക്കെ. എന്നിട്ടും ഞങ്ങൾക്കത് ഫിറ്റ് ചെയ്യാൻ അറിയാത്തൊരു ഇതിലായിരുന്നു. മാനുവലൊക്കെ നോക്കി അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് പാച്ചുവിനെ അതിനകത്ത് ഇരുത്തിയപ്പോൾ അവൻ ഇരിക്കുന്നില്ല. പാച്ചുവിന് അത്രയ്ക്ക് മുഴുപ്പുമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആകപ്പാടെ അയ്യടാ വാങ്ങിച്ചത് വെറുതെ ആയിപ്പോയല്ലോ എന്നൊരു തോന്നലായിപ്പോയി. പക്ഷേ ടെൻഷനേ അടിക്കണ്ട കേട്ടോ, നമ്മുടെ പിള്ളേർ ആദ്യം ഇതിനകത്ത് ഇരിക്കത്തില്ല. അവർക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ട്, എത്ര ഇരിക്കാൻ പറ്റുന്ന പിള്ളേരാണെങ്കിലും പറ്റാത്ത പിള്ളേരാണെങ്കിലും. പാച്ചുവിന് 6 മാസമൊക്കെ ആയപ്പോൾ അവന് നേരെ ഇരിക്കാനുള്ള കപ്പാസിറ്റി ആയിട്ടില്ലായിരുന്നു. എന്നാലും എനിക്ക് ഈ തോളയിലും അങ്ങനെ മടിയിലൊന്നും വരുത്തി കൊടുക്കാൻ അറിയാത്തതുകൊണ്ട് തന്നെ ഹൈ ചെയർ വാങ്ങിച്ചതാണ്. 1 മാസമൊന്നും അവൻ അതിനകത്ത് ഇരുന്നില്ല. എന്നാലും ഞാൻ അവനെ അതിനകത്ത് കുറച്ച് നേരം ഒരു 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ ഇരുത്തുമായിരുന്നു. പയ്യെ പയ്യെ പാച്ചു ഒരു ഒരു 7-ാം മാസം 7.5 മാസമൊക്കെ ആയപ്പോൾ മര്യാദയ്ക്ക് ഇരിക്കാൻ തുടങ്ങി. എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുത്താൽ അതിനകത്ത് ഇരുന്നോളും. എപ്പോഴും ഇരിക്കത്തില്ല, എന്നാൽ നമുക്ക് കുറച്ച് നേരം സമാധാനം ആയിട്ടിരിക്കാം. ഇനി രണ്ടാമതായിട്ടുള്ള ഐറ്റമാണ് പസിഫയർ അല്ലെങ്കിൽ സൂത്തർ. ഞാൻ ഇതിനെ പസഫിക്കർന്ന് സക്കർന്ന് അങ്ങനെയൊക്കെ പറയാറുണ്ട്. കൂടുതലായിട്ട് വിളിക്കുന്നത് സക്കർന്ന്, അതാണ് എളുപ്പം. അപ്പോൾ പാച്ചുവിന് ഞങ്ങളിങ്ങനെ ഉണ്ടായ സമയത്ത് പെട്ടെന്ന് അവനിങ്ങനെ കരയുമ്പോൾ ഞങ്ങളൊരു 30 ml പാലിങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ അവൻ കുടിക്കും ഉറങ്ങും, പക്ഷെ കംപ്ലീറ്റ് ചെയ്ത് കുടിക്കില്ല. അപ്പോൾ അവന് വണ്ണവും വയ്ക്കത്തില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, കുഞ്ഞപ്പം കരഞ്ഞാലും അത് പാലിന് വേണ്ടി കരയുന്നതല്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഒന്ന് കുഞ്ഞിനെ കാമൊക്കെ ആക്കാൻ വേണ്ടി ഇതുപോലത്തെ സംഭവം ഈ സക്കർ വാങ്ങിക്കാൻ കിട്ടും, അത് വാങ്ങിച്ച് നിങ്ങൾ കുഞ്ഞിന് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഷോപ്പിൽ പോയി, ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ആ സക്കർ ഭയങ്കര വലുപ്പമായിരുന്നു. എന്നാലും ഒരു 1.5 മാസത്തോളം അത് നമ്മൾ ഉപയോഗിച്ചേ. അത് കഴിഞ്ഞപ്പോഴാണ് അലോഷി ഓൺലൈനിൽ നിന്ന് ഫിലിപ്സിൻ്റെ ഇങ്ങനെ സക്കർ എടുത്തത്. അപ്പോൾ ഈ സക്കറിനൊരു പരിധിയുണ്ട്. അതായത് 0 to 6 months വരെ ഒരു സക്കറും 6 to 18 months വരെ ഒരു സക്കറും അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കുപ്പി ഉപയോഗിക്കുന്ന പോലെ തന്നെ ഓരോ 3 മാസം കൂടുമ്പോഴും നിപ്പിൾ മാറ്റല്ലോ, നിപ്പിളും കുപ്പിയൊക്കെ അതുപോലെ തന്നെ നമ്മൾ സക്കറും മാറ്റണം. അപ്പോൾ ഞങ്ങളങ്ങനെ മാറ്റിയാണ് ഉപയോഗിക്കാറ്. പിന്നെ ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഒരു ബോക്സും കിട്ടും. അപ്പം നമുക്കിത് ക്യാരി ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ എളുപ്പമാണ്. പിന്നെ സ്റ്റെറിലൈസ് ചെയ്യാനും നല്ലതാണ്. അതായത് ഈ ബോക്സും ഈ സംഭവം ഈ സക്കറും വെച്ചാണ് ഞാൻ സ്റ്റെറിലൈസ് ചെയ്യാറ്. സ്റ്റെറിലൈസ് ചെയ്ത് തന്നെ നമ്മൾ പിള്ളേർക്ക് കൊടുക്കണം. ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ ചില ചേച്ചിമാരൊക്കെ പറയാറുണ്ട്, ഞങ്ങൾ കൊച്ചിന് ഇതൊന്നും കൊടുക്കാറില്ല. അവർ കൊടുക്കാതിരിക്കുമോ കൊടുക്കുമോ എന്തോ ചെയ്തോട്ടെ, നമ്മൾ ഇത് ഉപയോഗിച്ചു കൊച്ചിന് പ്രശ്നമാണെന്നൊന്നും ആരും പേടിക്കുകയൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻഷൻ ഇല്ലാതെ ഉപയോഗിക്കാം. പാച്ചുവിന് പല്ല് വരായികയൊന്നുമില്ല. പാച്ചു ഇപ്പോൾ 8 months ആയി, അവന് 2 പല്ല് വന്നിട്ടുണ്ട്. അങ്ങനത്തെ ടെൻഷനൊന്നും നിങ്ങൾക്ക് വേണ്ട കേട്ടോ. കുഞ്ഞിനെ ഒന്ന് ശാന്തമാക്കാനൊക്കെ നമുക്ക് ഈ പസഫിക്കർ ഉപയോഗിക്കാം. പിന്നെ ഇത് നമ്മുടെ കുഞ്ഞിൻ്റെ ഡ്രസ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനമൊക്കെ ഉണ്ട്. ഇനി മൂന്നാമതായിട്ടുള്ളൊരു ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിലേക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു പാത്രങ്ങളാണ്. സത്യം പറഞ്ഞാൽ എല്ലാവരും കിച്ചണിൽ യൂസ് ചെയ്യുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ കുറേ പേരത് മാറ്റുന്നുണ്ട്. വെറും നഷ്ടമാണ് ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ വാങ്ങിക്കുന്നത്. കാരണം നല്ല വിലയാണ് താനും, എന്നാൽ അതിൻ്റെ കോട്ടിങ് പോയാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാനും പറ്റില്ല. അങ്ങനെയാണ് നമ്മൾ അലോഷി ഓൺലൈനിൽ നിന്ന് ഇതുപോലെ സ്റ്റീലിൻ്റെ പാത്രം, മിൽട്ടൻ്റെ ആണ് സ്റ്റീലിൻ്റെ പാത്രങ്ങൾ കാണുന്നത്. കുറച്ച് അടി കുഴിഞ്ഞൊരു പാത്രവും പരന്നൊരു പാത്രവും പിന്നെ ഒരു സോസ് പാനും. ബാക്കി ആ 2 പാത്രങ്ങൾക്കും ഈ ഒരു ഒറ്റ ടോപ്പേ ഉള്ളേ. ഇനി സെപ്പറേറ്റ് ടോപ്പ് വേണമെങ്കിൽ ഒരു 3000 ആ ഒരു എബോവ് റേഞ്ചിലേക്ക് പോകും. അപ്പോൾ ഇത് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത് ഒരു ബിലോ 2000-ൻ്റെ ആണ് ഈ പാത്രങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷെ നല്ല സുഖമാണ് ഇത് ഉപയോഗിക്കാൻ. സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് ചൂട് നമ്മൾ എത്ര കുക്ക് ചെയ്താലും ആ ചൂട് അതുപോലെ തന്നെ നിൽക്കും. അതാണ് ഇതിൻ്റെ വലിയ പ്രത്യേകത. അപ്പോൾ അടി പിടിക്കാനുള്ള ചാൻസും കൂടുതലാണ്. നോൺ സ്റ്റിക്കിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടി പിടിക്കില്ല എത്ര ചെയ്താലും. അതാണ് നോൺ സ്റ്റിക്ക് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ അത് കോട്ടിങ് പോയാൽ നമുക്കത് ഉപയോഗിക്കാനും പറ്റില്ല, അത് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവാൻ കാരണമാവും. അതുകൊണ്ട് വെറുതെയാണ് അത് നോൺ സ്റ്റിക്ക് വാങ്ങിക്കുന്നത്.
അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കി, നല്ലതാണ്. എനിക്ക് കറിയൊക്കെ ഉണ്ടാക്കാനും പിന്നെ അങ്ങനെ ചെറിയ ചെറിയ ചില്ലറ കാര്യങ്ങൾ ചെയ്യാനും, പിന്നെ പാച്ചുവിന് ഓൾറെഡി സോസ് പാൻ ഉണ്ട് കുറുക്കുണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഇത് നമുക്ക് കോഫി ടീ ഒക്കെ ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് ഈ സോസ് പാന്. ഞങ്ങളിത് വാങ്ങിച്ചത് കൊണ്ട് തന്നെ എൻ്റെ ചേച്ചിയും ചേട്ടനൊക്കെ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. അവർക്കും ഇഷ്ടപ്പെട്ടു. അവരും ഈ നോൺ സ്റ്റിക്കൊക്കെ ഉപേക്ഷിക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ അവർ നല്ലൊരു പാത്രം നോക്കി നിൽക്കുമ്പോഴാണ് ഞങ്ങളിത് വാങ്ങിച്ചത്. ഇനി 4ാമത്തെ ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായേ. അതായത് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ചിക്കൻ വാങ്ങിക്കുകയോ ഈ തേങ്ങ ചിരകുക, പിന്നെ വെളുത്തുള്ളി പൊളിക്കുന്നു, അങ്ങനത്തെ കൂട്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ബോക്സിലായിട്ട് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ എത്ര നോക്കിയാലും പാത്രങ്ങളൊന്നും കിട്ടില്ല. അങ്ങനെയാണ് അലോഷി ഓൺലൈനിൽ നിന്ന് ഇതുപോലത്തെ ചെറിയ ബോക്സുകൾ കിട്ടിയത്. പ്ലാസ്റ്റിക് ആണ്, 500 ഗ്രാമിൻ്റെ. നമുക്ക് അങ്ങനെ ചൂടുള്ള ഐറ്റംസ് ഒന്നും വെക്കുന്നത് നല്ലതല്ല. പക്ഷേ ഇതുപോലത്തെ ഇപ്പോൾ ചെറിയ ചെറിയ പൊടികൾ, ഇപ്പോൾ പാച്ചുവിൻ്റെ കുറുക്കിടാൻ പോലും ഞാൻ ഇതുപോലത്തെ ബോക്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 12 എണ്ണം ഉണ്ട് ഇതിനകത്ത്. ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിലും നല്ലതാണ്. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമുക്ക് എടുത്തു വയ്ക്കാൻ ഉപകാരപ്രദമാണ്. പിന്നെ ഹൈ ചെയറിൻ്റെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ചെയറിൻ്റെ സീറ്റ് കവർ നല്ലതാണ്, തുടച്ച് ഉപയോഗിക്കാൻ നമുക്ക് ഈസിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.